ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖമായിരിക്കുന്ന എല്ലാവരും. പിന്നെ ഇന്ന് നമുക്ക് ഒരു ഷവർമ്മ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം കേട്ടോ. ഷവർമ്മ ഫസ്റ്റ് ഞങ്ങൾ 3 ഷവർമ്മയാണ് ഓർഡർ ആക്കിയത്, 3 ബർഗറും. അപ്പോൾ ഇത് സ്പൈസി ഷവർമ്മയാണ് കേട്ടോ. അപ്പം സ്പൈസിന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും സ്പൈസിയാണ് ഓർഡർ ആക്കൽ. കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് നോർമൽ ഓർഡർ ആക്കും, സ്പൈസി ഓർഡർ ആക്കും. സ്പൈസിക്കാണെങ്കിൽ അത് മെക്സിക്കൻ സോസാണ് അതിൽ ഒഴിക്കുന്നത്. അപ്പോൾ മാറ്റങ്ങളുണ്ടാകും. നോർമലാകുമ്പോൾ അത് യൂസ് ചെയ്യില്ല, ഇത് കുറച്ച് സ്പൈസി അല്ല, അപ്പോൾ മെക്സിക്കൻ സോസാണ് അത് യൂസ് ചെയ്യുന്നത്. അത് ഇട്ടിട്ട് നല്ല നമ്മളിങ്ങനെ ഓർഡർ ആക്കി വരാമെന്നല്ലാതെ നമുക്ക് കാണില്ലല്ലോ എങ്ങനെ ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. അതങ്ങനെ ചെത്തി, ആ ചിക്കൻ ഇങ്ങനെ ചെത്തിയിട്ട് ആ സൈഡിലിങ്ങനെ നമുക്ക് അതിൻ്റെ ചൂടാണ് കേട്ടോ തട്ടണത്. അതുകൊണ്ട് നേരെ അത് ചൂടായിരിക്കും. അതങ്ങനെ കുറേ നേരം ചെത്തി പിന്നെ സലാഡ്സൊക്കെ ഇട്ടിട്ട് നല്ല മിക്സ് ആക്കിയിട്ടാണ് പിന്നെ ഒരു കുബൂസിൻ്റെ ഉള്ളിൽ വെക്കണത്. എന്നിട്ട് പിന്നെ ആ സോസ്, അത് മൈനോസാണ് കേട്ടോ. മെക്സിക്കൻ സോസ് കഴിച്ചതിന് ശേഷം മൈനോസ് ഇട്ട് അതൊന്ന് ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. ആ സൈഡിലുമില്ല ചൂട് വീഴുന്നുണ്ട്, അത് കാണാൻ പറ്റും ഇവിടെ. അത് കുറച്ചിരുന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ എടുത്തിട്ട് പിന്നെ അവർ റാപ്പ് ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ ഷവർമ്മ ഉണ്ടാക്കൽ. ഇത് പിന്നെ നോർമലാണ് ഉണ്ടാക്കുന്നത്. നോർമൽ സെയിം അതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് എല്ലാം കട്ട് ചെയ്തിട്ട് അതിന് 2 നോർമലല്ലേ ഞാൻ പറഞ്ഞത്, അതിനനുസരിച്ചുള്ള അവർ കട്ട് ചെയ്യും. അപ്പം ഉണ്ടാക്കണതല്ലേ, കട്ട് ചെയ്ത് ഇങ്ങനെ വെക്കുമെന്നില്ലല്ലോ. അങ്ങനെ ആക്കിയിട്ട് പിന്നെ സലാഡ്സൊക്കെ ഇട്ടിട്ടാണ്, സലാഡ്സ് ഇട്ടിട്ട് നല്ല മിക്സാക്കും. ലീവ്സും പൊട്ടറ്റോമാണ്. നല്ല ചിക്കൻ കുറച്ച് വലിപ്പം ഉണ്ടാവില്ല, അപ്പോൾ അതിനാണ് ഇങ്ങനെ കുറേ നേരം മിക്സാക്കി കട്ട് ചെയ്ത്. അത് നൈഫ് പോലത്തെ സാധനം കേട്ടോ. മറ്റേ ഒരു സ്പൂൺ പോലത്തെ പിന്നെ നൈഫ് പോലത്തെ അതിങ്ങനെ വെച്ച് കട്ട് ചെയ്ത് സ്മോൾ പീസാക്കിയിട്ട് പിന്നെ അതുപോലെ കുബൂസ് എടുത്ത് അതിൽ പിന്നെ മെക്സിക്കൻ സോസ് യൂസ് ചെയ്യില്ല. ഇത് മിക്സൊക്കെ അതിന് ഇട്ടതിന് കുബൂസിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം പിന്നെ നമ്മളെ മൈനോസ്, ഇത് കുട്ടികൾക്കുള്ളതല്ല, അവർക്ക് ഞാൻ എപ്പോഴും ഇതാണ് കൊടുക്കുക, മൈനസ്. പിന്നെ അതവിടെ വെച്ച് ചൂടാക്കി. അവിടെ ഉണ്ട് കേട്ടോ ചൂട് തട്ടുന്ന സ്ഥലം. അവിടെ സ്പൈസിയുടെ അവിടെ വേറെ ഒരു ചൂട്, ഇതിങ്ങനെ ചിക്കൻ മൊക്കെ നേരം ഇങ്ങനെ ചൂട് തട്ടണ്ടേ, അപ്പോൾ അതുകൊണ്ട് ആ സൈഡിൽ ചൂടുണ്ടല്ലോ. അപ്പോൾ മൈനസ് വെച്ചിട്ട് പിന്നെ കുറച്ചിട്ടൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടാണ് പിന്നെ റാപ്പ് ചെയ്യുക. പിന്നെ നമ്മളത് കിട്ടി റെഡി ആയിട്ടോ. ബർഗർ വേറെ ഏരിയയിലാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ ഞാനൊന്നും വീഡിയോ എടുത്തിട്ടില്ല ബർഗർ. പിന്നെ എല്ലാവർക്കും ഇതൊക്കെ കണ്ടിട്ട് അറിയാലോ. അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഉള്ളിൽ ഇരുന്ന് കഴിക്കാം, പുറത്തിരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ആക്കിയത് 3 ബർഗറും പിന്നെ 3 ഷവർമയും ഒരു അവക്കാഡോ ജ്യൂസും ഒരു ബനാന ജ്യൂസാണ് കേട്ടോ ഓർഡർ ആക്കിയത്. ഷാർജ എയർപോർട്ട് എത്താനാണ് അവിടെ ഒരു മോസ്ക് ഉണ്ട്, അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ അൽജാസ് കഫ്തീരിയ ഉള്ളത്. ഷവർമ്മക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും. കാരണം ഈ റോഡ് സൈഡ് തന്നെയാണ് കഫ്തീരിയ ഉള്ളത്. പിന്നെ എയർപോർട്ട് റോഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് അവിടെ. പുറത്തും നല്ല സീറ്റിങ്സ് ഉണ്ട്, ഉള്ളിലുണ്ട്. നമ്മൾ പിന്നെ അവിടെ ഒന്നും ഇരുന്നില്ല, ഞാൻ വണ്ടി ഇരുന്നിട്ട് കഴിച്ച്. ഇവരവിടെ പുറത്ത് ഓടി കളിക്കുന്നുണ്ട്, അനിയത്തിലെ കുട്ടികളുണ്ട്. അപ്പോൾ അവർ ഭയങ്കര കളിയിലാണ്. കഴിച്ചൊക്കെ കഴിഞ്ഞ് എല്ലാവരും കളിക്കാൻ കുറച്ച് നേരമൊക്കെ ആകുമ്പോൾ ഒരു 3/4 മണിക്കൂർ നമ്മൾ അവിടെ നിന്ന്. പിന്നെ എന്താ പറയുക, അവരവരെ റൂമിൽ പോയി, നമ്മുടെ റൂമിൽ പോവാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം ഷവർമ്മയൊക്കെ. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.